ഇന്നിപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അമ്മ വരികയാണ്. ദേ ഇടമുട്ട് എത്താറായെന്നും പറഞ്ഞിട്ട് അമ്മ വിളിച്ചിരുന്നു. അപ്പോൾ അമ്മയെ കൂട്ടാനായിട്ട് നമ്മൾ ദേ പോകാനായിട്ട് നിൽക്കുകയാണ്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ വർക്ക് ഉള്ളതുകൊണ്ട് ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും പിള്ളേരും കൂടിയാണ് അമ്മയെ കൂട്ടാനായിട്ട് പോണത്. സാധാരണ ഇങ്ങനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്കും അവരെ കൂട്ടാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് ഏട്ടനായിട്ടോ പോവാറ്. ഇന്നിപ്പോൾ ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ, അമ്മയുടെ മുന്നിൽ അമ്മയെ വണ്ടിയിലിരുത്തി ഓടിച്ച് അമ്മയുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാമല്ലോ, അത്ര തന്നെ. എനിക്ക് പൊതുവെ ഈ ഇടമുട്ടും വഴി പോകാനായിട്ട് കുറച്ച് ടെൻഷനാട്ടോ. അവിടെ എപ്പോഴും ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ കിച്ചു കൂടുള്ളതുകൊണ്ട് ഒരു ആശ്വാസമാണ്. അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പറയൂട്ടോ. അമ്മ ഇപ്പുറത്തെ വണ്ടിയുണ്ട്, അമ്മ അപ്പുറത്തെ വണ്ടിയുണ്ട്, അവിടെ തട്ടുണ്ട് ഇവിടെ തട്ടുണ്ട്, ഇതിലേ പോട്ടെ അതിലേ പോട്ടെ, അങ്ങനെ എല്ലാം അവൻ പറഞ്ഞിരുന്നുണ്ട്. അവൻ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ നമ്മളിതേ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്മയും നമ്മളിതേ വണ്ടിയിൽ കയറ്റി നമ്മൾ തിരിച്ചു പോവാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ബ്രൈഡൽ ഷൂട്ട്, അതുപോലെ തന്നെ ശിവരാത്രിക്ക് അമ്പലത്തിൽ തിരുവാതിര കളിക്കുന്ന പരിപാടി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്മ ഒന്ന് വരുമോന്നുകൊണ്ട് ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ. അമ്മ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും അച്ഛൻ അവിടെ തനിച്ചാവും. അവിടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ആകെ കൂടെ അവതാളത്തിലാവും. എന്നാൽ പോലെ എൻ്റെ ഒരു ആവശ്യം ആയതുകൊണ്ട് തന്നെ അച്ഛൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അമ്മ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്കൊരു ആശ്വാസം. അന്നപാടെ അമ്മ എന്താന്ന് പറയുന്നത്, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേപോലത്തെ ഡ്രസ്സ് ചീനുവിനും വേണം ശ്രുമിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മ പറയായിരുന്നു. ഈ പിള്ളേർക്ക് ഇരുമ്പാമ്പുളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് അച്ചാർ ഇടാനായിട്ട് ഇരുമ്പാമ്പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എലഞ്ചി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ പുളിമുട്ടായി എലഞ്ചി എന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ഞാൻ ചായ വെച്ച് കൊടുക്കുന്നുണ്ട്. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ദേ കൊടുത്തു. അങ്ങനെ അമ്മാമ്മ എത്തിയ സന്തോഷത്തിലാട്ടോ പിള്ളേർ രണ്ടാളും. ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ എല്ലാ ആളുകളും പാലക്കാടാണല്ലോ. അപ്പം ഇങ്ങനെ അവിടെ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അത്രയൊക്കെയുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പൊട്ടെ ബൈ.